സാർ മെൻഷൻ ചെയ്തൊരു പോയിന്റ് ആണ് ഓൺലൈൻ എഡ്യൂക്കേഷന്റെ കാര്യം. അപ്പോൾ നമ്മൾ എഡ്യൂഫ്ലെയറിൽ ഓൺലൈൻ നിർത്തി കംപ്ലീറ്റ്ലി. അതായത് നമുക്ക് ആ ഒരു ബിസിനസ് വേണ്ടാന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് പല രീതിയിൽ അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും ഓൺലൈൻ മാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഒരാൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാൾക്ക് സർട്ടിഫിക്കറ്റിൽ നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സാർ എന്തുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് അഡീഷണൽ കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അതായത് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റോ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ഇല്ലാണ്ട് അഡീഷണൽ ഒരു പൈസ പോലും മുടക്കാണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ആണ് സാർ വേണ്ടാന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് അങ്ങനത്തെ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ സാറിനെ പ്രേരിപ്പിച്ച ഘടകം? ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായി പഠിച്ചാൽ പാസ്സാവാൻ പറ്റില്ലെന്നുള്ള ഉറച്ച ബോധ്യം എന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ഉള്ളപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പഠിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ചെയ്തിരുന്നു കൊറോണയൊക്കെ കഴിഞ്ഞ ആ സമയത്ത്. അപ്പൊ എന്താണ് അതിന്റെ സിനാരിയോ എന്ന് ചോദിച്ചാല് കുറെ കുട്ടികൾ ജോയിൻ ചെയ്യും പ്രോഗ്രാമിന്. അവര് എന്ത് ചെയ്യും, അവരെ ക്യാമറ ഓൺ ആക്കത്തില്ല, അല്ലെങ്കിൽ കുറച്ചു നേരം ഓൺ ആക്കും പിന്നെ ഓഫ് ആക്കി വെക്കും. എന്നിട്ട് അവര് വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകും. പിന്നെ കുറെ ആളുകൾ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരത്തില്ല. കാരണം ഓൺലൈൻ ആകുമ്പോൾ അവര് ഇതിനൊരു പ്രൈമറി ഫോക്കസ് ആയിട്ട് കാണുന്നില്ല. പല പരിപാടിയുടെ ഇടയിൽ ഒരു പരിപാടിയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നില്ല, കണ്ടിന്യൂറ്റി ഇല്ല, ക്യാമറ ഓൺ ആക്കുന്നില്ല. ചിലപ്പോൾ ടെക്നിക്കലായിട്ട് ഇത് എന്താ പറയാ, ഇത് സംഭവിക്കാതെ അല്ലെങ്കിൽ അത് തീർന്നിട്ട് സംഭവിക്കാതിരിക്കും. രണ്ട്, ടീച്ചേഴ്സിന് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശരിയായ അർത്ഥത്തിൽ പറ്റുന്നില്ല. ഇവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നൊന്നും നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതേസമയത്ത് ഒരു ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ക്ലാസ് റൂമില് കുറെ കുട്ടികൾ ഒന്നിച്ച് ഒരു ടീച്ചറിന്റെ മുന്നിലേക്ക് വരികയാണ്. ആ കുട്ടികളുടെ മെയിൻ ഫോക്കസ് ഈ പഠനമാണ്. ഇത് സെക്കൻഡറി പരിപാടിയല്ല, ഇത് മെയിൻ പരിപാടിയാണ്. പഠിക്കുക, ടീച്ചർ പഠിപ്പിക്കുന്നു, അവരെ എന്താ പറയാ, അവരെ കമ്മ്യൂണിക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പഠിച്ച് പാസ് ആവാനായിട്ട് എളുപ്പമാണ്. ഇപ്പൊ ഓൺലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ക്ലാസ് റൂമുകൾ ആവശ്യമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തന്നെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ടീച്ചറിനെ കൊണ്ടിട്ട് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് റിസൾട്ട് ഉണ്ടാക്കില്ല എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യമുള്ളപ്പോ പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്ന കേരളത്തിൽ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടും പഠിക്കാൻ പോകുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഓൺലൈൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇത് ഒരു തലമുറയുടെ അല്ലെങ്കിൽ ആളുകളുടെ ഭാവിയെ സ്പോയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ ടൈമും അവരുടെ ഭാവിയെയും നഷ്ടപ്പെടുത്തും. പഠിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ എഫേർട്ട് ഇടാൻ തയ്യാറുള്ള ആളുകളെ മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. വെറുതെ ഒരു എക്സൈറ്റ്മെന്റിന് പുറത്ത് വരാതെ ഓൺലൈൻ ചെയ്യാണ്ട് ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് തന്നെ കാണുക, അല്ലെ? അതായത് നമ്മുടെ എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയോട് നമ്മൾ എഴുതി വാങ്ങുന്നുണ്ട്. അതായത് 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമായിട്ടും ഞാൻ ഉണ്ടാവും. രണ്ട്, നമ്മുടെ സാറ്റർഡേ എക്സാമിന് 95% അറ്റൻഡൻസ് നിർബന്ധമാണ്. ഡെയിലി 2 hours ക്ലാസ് റൂമിലെ പഠനം കൂടാതെ ഹോസ്റ്റലിലോ വീട്ടിലോ പോയി പഠിക്കണം. സ്വന്തമായിട്ട് ഹോംവർക്കും അസൈൻമെന്റുകളും ചെയ്യണം. ഇത് 4 ഫുൾഫില്ല് ചെയ്യാൻ തയ്യാറുള്ളവരെ മാത്രമേ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം അവർക്ക് പാസ്സാവാൻ പറ്റും. തീർച്ചയായും. അല്ലാത്ത ആളുകളെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പണവും അവരുടെ ടൈമും നഷ്ടപ്പെട്ടു പോകും, വെറുതെ വേസ്റ്റ് ചെയ്യിക്കുകയാണ് നമ്മൾ. സാർ, അടുത്തൊരു ചോദ്യം, ഇപ്പം പല കുട്ടികൾക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ കുറെ നീഷ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കും. എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്താ പറയുന്നത് ഡാറ്റാ സയൻസിൽ ചെയ്യാൻ പറ്റുമോ, AI ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ നീഷ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒപ്റ്റോമെട്രിയിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറെ നീഷ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളായിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പം ടെക്നിക്കലി അത് ചെയ്യാൻ പോസിബിൾ ആണോ? അങ്ങനെ ആണെങ്കിൽ അതിന് അത് സാറിന് എന്താ അതിൻ്റെ ഒരു തോന്നിയിട്ടുള്ളത്? ആക്ച്വലി ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 300-ലധികം ട്രേഡുകളിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2020 ജർമ്മനിയിലേക്കുള്ള ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആയത്. അപ്പം എല്ലാ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒന്ന്. രണ്ട്, നമുക്കൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനുള്ള കഴിവുമില്ല. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ രാജ്യത്ത് +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ടാവും. അപ്പം ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു ഏജൻസി, ഒരു സ്ഥാപനം, അവർക്ക് ഇന്ത്യയിലെ എല്ലാ കോഴ്സുകളും കണക്ട് ചെയ്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പോസിബിൾ അല്ല. നമുക്ക് ഇന്ത്യയിലുള്ള, ഇപ്പൊ നമുക്ക് കേരളത്തിൽ നമ്മൾ ഇരിക്കുകയാണ്, നമ്മള് ആസാമിലും ത്രിപുരയിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും ഒക്കെ ഉള്ള ഈച്ച് ആൻഡ് എവറി കോഴ്സുകൾ നമുക്ക് ഒരാൾക്ക് റെഫർ ചെയ്യാനോ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാനോ നമുക്ക് സാധിക്കില്ല. ആർക്കും പോസിബിൾ അല്ല. അപ്പം പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജർമ്മനിയിൽ നമുക്ക് പൊതുവെ പോകാൻ പറ്റുന്ന കുറെ പ്രോഗ്രാമുകളുണ്ട്. അതായത് ആ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്നത് വെച്ചാൽ,
കൂടുതൽ എംപ്ലോയറും കൂടുതൽ സീറ്റുകളുമുള്ള പ്രോഗ്രാമുകൾ. ജർമ്മനിയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. കൂടുതൽ ആളുകൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു വന്നാൽ പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ. അപ്പം ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഇന്നാളി നമ്മുടെ ഒരു വെബിനാറിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, എന്താ എയർ ട്രാഫിക് പ്രോഗ്രാം ഉണ്ടല്ലോ, എയർ ട്രാഫിക് കൺട്രോളർ പ്രോഗ്രാം ഉണ്ടല്ലോ ഹൗസ് ബിൽഡിംഗിൽ, എനിക്കതിന് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം അത് ജർമ്മനിയിലുള്ള വളരെ കുറഞ്ഞ സീറ്റുകളുള്ള ഒരു പ്രോഗ്രാമാണ്. ആ രാജ്യത്തെ ആളുകൾ തന്നെ അതിന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ചോദിച്ച കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് +2 എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പം 55%. അപ്പൊ നാട്ടിലൊരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും. നമ്മുടെ നാട്ടില് 85% മുകളിൽ ഉണ്ടെങ്കിൽ ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ജർമ്മനി പോയി എയർ ട്രാഫിക് കൺട്രോളർ ആകാനുള്ള പ്രോഗ്രാമിന് പറ്റുമോ എന്നാണ് പലരും ചോദിക്കുക. അപ്പം നമ്മൾ റിയാലിറ്റി ബോധ്യപ്പെടുക. നമുക്ക് നമ്മുടെ മുന്നിൽ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ഉള്ള ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പാത്വേ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിന് അവിടെ നമ്മൾ പോയി പഠിച്ചു, നമുക്ക് ജോലി കിട്ടി. ജർമ്മനിയിൽ എഡ്യൂക്കേഷൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾ അവിടെ ചെന്നു, അവിടുത്തെ ലാംഗ്വേജ് ഫ്ലുവന്റ് ആയി, അവിടുത്തെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഏത് കോഴ്സും അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കാം, PhD പഠിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും അവിടുന്ന് പിന്നീട് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ കുറഞ്ഞ പണം മുടക്കിൽ, വളരെ കുറഞ്ഞ പണം മുടക്കില് അവിടെ പോയി സ്റ്റൈപ്പൻഡോടുകൂടി പഠിക്കാനും അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിച്ച് പ്രതിമാസം 5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏതാണോ അത് നമ്മൾ ഗ്രാബ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് റാങ്ക് ചെയ്യാം. ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ നമ്മുടെ ഇന്റർവ്യൂവിൽ ക്രാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് ഇങ്ങനെ അങ്ങ് തുറന്നു പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഈ റിയാലിറ്റി എല്ലാ ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ മാർക്കറ്റിലേക്ക് വിടുന്ന ഒരു വീഡിയോയിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ല, ചെയ്യാം അത് ചെയ്യാം ഒക്കെ നോക്കട്ടെ എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഇതാണ് റിയാലിറ്റി. നമുക്ക് പൊതുവെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് നേഴ്സിംഗ്, തീർച്ചയായിട്ടും നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ലോജിസ്റ്റിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ പോകാം. മെക്കട്രോണിക്സ്, അത് IT, ഇത്തരം മേഖലകളൊക്കെ ഇപ്പം നമുക്ക് ഓപ്പൺ ആണ്. ധാരാളം സീറ്റുകളുണ്ട്, എല്ലാവർക്കും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫ്യൂച്ചറിൽ പുതിയ പുതിയ പ്രോഗ്രാമുകൾ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ നമുക്ക് ഡെന്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ്, കൺസ്ട്രക്ഷൻ, ഇങ്ങനെ ഒരുപാട് മേഖലകൾ വരുന്നുണ്ട്. അപ്പൊ ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ പ്രോഗ്രാമുകൾ ഓപ്പൺ ആയിട്ട് വരും. കൂടുതൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പം നമ്മൾ ജർമ്മനി പോവുക എന്നുള്ള ഫോക്കസ് എടുക്കുക, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക, അത് പാസ്സാവുമ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചൂസ് ചെയ്ത് പോവുക. ഇതാണ് കുട്ടികളും പേരൻസും തീരുമാനം. മുമ്പിലുള്ള ചോയ്സ്, ഇന്ന പ്രോഗ്രാം എനിക്ക് വേണോ, ജർമ്മനി എത്തി ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണോ എന്നുള്ളൊരു ചോയ്സ് അവരെടുക്കണം അല്ലെ. അതായത് നമ്മള് പഠിക്കാൻ ചേരുന്നതിന് മുമ്പേ തന്നെ അത് കിട്ടിയാൽ പോകാം, ഇത് കിട്ടിയാൽ പോകാം, അങ്ങനെ കിട്ടിയാൽ പോകാം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാല് ഇത് റിയാലിറ്റിയിൽ പ്രാക്ടിക്കലി ഇത് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ചൂസ് ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. സാർ, അടുത്ത ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഇപ്പം എഡ്യൂഫ്ലെയർ കോഴിക്കോട് മാത്രമേ ഉള്ളൂ നിലവിൽ, നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണ്. അപ്പൊ ഒന്ന്, എന്തുകൊണ്ടാണ് സാർ മറ്റു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാത്തതെന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പല പേരൻസും ചോദിക്കുന്നതാണ്. 2, അവർ ആലോചിക്കുമ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ അവർ ആലോചിക്കുന്നത് ഒരു കാര്യം, അപ്പൊ അവരുടെ ഒരു മേജർ കൺസേൺ എന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഹൗസ് ബിൽഡിങ്ങിന് ആളുകൾ പോകുന്നില്ല എന്നുള്ള കാര്യം അവർ അവെയറാണ്. അപ്പൊ പറയുന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലാംഗ്വേജ് പഠിച്ചിട്ട് V2 4 മൊഡ്യൂൾ പാസ്സാക്കുമ്പോൾ എഡ്യൂഫ്ലെയറിലേക്ക് വരാമെന്നൊരു കോൺസെപ്റ്റിൽ പറയുന്ന പേരൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സാർ അഡ്രസ് ചെയ്യാമോ? എഡ്യൂഫ്ലെയറിന് ഇപ്പൊ വേണമെങ്കിൽ കേരളത്തിലെ 14 ജില്ലയിലും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഒരു സ്പേസ് എടുക്കണം, 1-2 ടീച്ചേഴ്സിനെ അവിടെ വെക്കണം, കുട്ടികളെ ഗ്രാബ് ചെയ്യണം, പഠിപ്പിക്കണം, ഇതല്ലേ ഉള്ളൂ. അതെ. പക്ഷെ നമുക്ക് അങ്ങനെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അത്രത്തോളം ഫോക്കസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കോഴിക്കോട് ഒരു സെന്റർ, ആ സെന്ററിൽ നമ്മൾ എല്ലാവിധ അറ്റൻഷനും, നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ കൊടുത്ത് അവിടെ വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം അത് നമുക്ക് എന്താ പറയാ, പല സ്ഥലത്തായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയാ ഫോക്കസ് കുറഞ്ഞു പോയാൽ നമുക്ക് അത്രത്തോളം റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് മാത്രം ഇപ്പൊ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് ആ ഫോക്കസ് കുറെ കൂടി വലുതാക്കാനൊക്കെ പറ്റുമ്പോൾ നമ്മൾ വേറെ ബ്രാഞ്ചുകളും അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങാൻ വേണ്ടി സാധിക്കുമായിരിക്കും. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോഴിക്കോടുള്ള നമ്മുടെ വെൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, വെൽ എന്താ പറയാ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ഉള്ള ആ സെന്ററിലെ
ഒരു എക്സലൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അവിടെ പഠിക്കാൻ വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളെയും പാസ്സാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള പേരൻസിനോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ജർമ്മനി പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവണം. പാസ്സായാൽ മാത്രം പോരാ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്പീക്കിംഗ് സ്കിൽ. അതായത് നിങ്ങൾക്ക് B2 സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ജർമ്മനി പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ്, കോൺഫിഡന്റോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ആർജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനി പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് ഇപ്പൊ നിങ്ങളുടെ നാടിനോ വീടിന്റെ അടുത്തൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. പലപ്പോഴും ആളുകള് ഈ പ്രോഗ്രാം ഓക്കെ ആണെന്ന് തീരുമാനിച്ച ഉടനെ അവരെ കൺവീനിയൻസ് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി ചേരും. അവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സാവാനും പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലേക്ക് പോകാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ പണവും നഷ്ടപ്പെടും, അവരുടെ ടൈമും വർഷവും നഷ്ടപ്പെടും. അപ്പം എനിക്ക് പേരൻസിനോടും സ്റ്റുഡൻസിനോടും പറയാനുള്ളത്, നിങ്ങള് വൺസ് ജർമ്മനി പോവാനും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാനും തീരുമാനിച്ചാല്, ജർമ്മനി എന്ന് പറയുന്നത് നമ്മളെക്കാൾ എത്രയോ ദൂരമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പോയി പഠിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങള് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ കോഴിക്കോടുള്ള എഡ്യൂഫ്ലയറിലേക്ക് വരിക, ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുക. ഇത് മെയിൻ ഫോക്കസായി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക. ഇവിടെ വന്ന് എഡ്യൂഫ്ലയറിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ഇവിടുന്ന് തരും. നിങ്ങളെ നിർബന്ധിച്ച് ഇവിടെ പഠിപ്പിക്കും. നിങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് പരീക്ഷ ഇടും, നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കും, നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കാനുള്ള എല്ലാ എഫേർട്ടും നമ്മൾ എടുക്കും. അപ്പം അങ്ങനെ പഠിക്കാൻ തയ്യാറുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എഡ്യൂഫ്ലയറിലേക്ക് വരിക, പഠിക്കുക, പാസ്സാകുക, ജർമ്മനിയിലേക്ക് പോവുക.